എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. പുതിയ കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് പുതിയ കേരള ലോകായുക്ത. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ മലയാളി ഗോളി PR ശ്രീജേഷിൻ്റെ ആത്മകഥ. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ മലയാളിയായ ഗോളി PR ശ്രീജേഷിൻ്റെ ആത്മകഥയുടെ പേര് ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ എന്നതാണ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ മലയാളി ഗോളി PR ശ്രീജേഷിൻ്റെ ആത്മകഥയുടെ പേര്. വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പാക്കുന്ന പ്രീ പ്രൈമറി ശാക്തീകരണ പരിപാടി. വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രീ പ്രൈമറി ശാക്തീകരണ പരിപാടി ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പാക്കുന്ന പ്രീ പ്രൈമറി ശാക്തീകരണ പരിപാടി. കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയുടെ പേര് K-ലിഫ്റ്റ്, കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. K-ലിഫ്റ്റ് ആണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അജിത് ഡോവലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലം ചെനാബ് റെയിൽവേ പാലം. ജമ്മു കശ്മീരിലെ ചെനാബ് റെയിൽ പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലം. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് പ്രമോദ് കുമാർ മിശ്രയാണ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത്. ബന്നാർഘട്ട ദേശീയോദ്യാനത്തെയും സാവൻ ദുർഗ കാടുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആനകൾക്കായുള്ള മേൽപ്പാത നിലവിൽ വന്ന സംസ്ഥാനം. ബന്നാർഘട്ട ദേശീയോദ്യാനത്തെയും സാവൻ ദുർഗ കാടുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആനകൾക്കായുള്ള മേൽപ്പാത നിലവിൽ വന്ന സംസ്ഥാനം കർണാടകയിലാണ് ബന്നാർഘട്ട ദേശീയോദ്യാനത്തെയും സാവൻ ദുർഗ കാടുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആനകൾക്കായുള്ള മേൽപ്പാത നിലവിൽ വന്നത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ ലഭിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ ലഭിച്ചത് KG പൗലോസിനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ ലഭിച്ചത്. അടുത്തിടെ GI ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം നിലമ്പൂർ തേക്കിനാണ് അടുത്തിടെ GI ടാഗ് ലഭിച്ചത്. GI ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക്. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് ആൻഡ് എസ്തർ ഗോട്ട്ലീബ് ഫൗണ്ടേഷന്റെ 2024 ചിത്രകലാ പുരസ്കാരം നേടിയ മലയാളി. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് ആൻഡ് എസ്തർ ഗോട്ട്ലീബ് ഫൗണ്ടേഷന്റെ 2024 ചിത്രകലാ പുരസ്കാരം നേടിയ മലയാളി പ്രദീപ് പുത്തൂറാണ് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് ആൻഡ് എസ്തർ ഗോട്ട്ലീബ് ഫൗണ്ടേഷന്റെ 2024 ചിത്രകലാ പുരസ്കാരം നേടിയ മലയാളി. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കുന്നത് മാർക്ക് റുട്ടെയാണ് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കുന്നത്. കേരളത്തിൽ നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം സ്ഥാപിക്കാൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചത് എവിടെയാണ്? കേരളത്തിൽ നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം സ്ഥാപിക്കാൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്തെ മുട്ടത്തറയിലാണ് കേരളത്തിൽ നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം സ്ഥാപിക്കാൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചത്. 2024 തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത്. 2024 തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത് MN കാരശ്ശേരിയാണ് 2024 തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ
ബഷീർ ബാല്യകാലസഖി പുരസ്കാരത്തിന് അർഹനായത്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യക്കാരി. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖാണ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യക്കാരി. കടലാക്രമണം, കടൽക്ഷോഭം എന്നിവ മൂലം വീട് നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി. കടലാക്രമണം, കടൽക്ഷോഭം എന്നിവ മൂലം വീട് നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി പുനർഗേഹം പദ്ധതിയാണ് കടലാക്രമണം, കടൽക്ഷോഭം എന്നിവ മൂലം വീട് നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലാണ് ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകളിൽ പങ്കെടുക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകളിൽ പങ്കെടുക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകളിൽ പങ്കെടുക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ഗ്രാഫൈറ്റ്, ഗാലിയം, ജർമ്മനിയം തുടങ്ങിയ നിർണായക ധാതുക്കളുടെ വിനിമയം വർദ്ധിപ്പിക്കാൻ 2024 ജൂണിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് ഉഭയകക്ഷി കരാറിൽ ഏർപ്പെടാൻ ധാരണയായത്? ഗ്രാഫൈറ്റ്, ഗാലിയം, ജർമ്മനിയം തുടങ്ങിയ നിർണായക ധാതുക്കളുടെ വിനിമയം വർദ്ധിപ്പിക്കാൻ 2024 ജൂണിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ഉഭയകക്ഷി കരാറിൽ ഏർപ്പെടാൻ ധാരണയായത്? അമേരിക്ക. ഗ്രാഫൈറ്റ്, ഗാലിയം, ജർമ്മനിയം തുടങ്ങിയ നിർണായക ധാതുക്കളുടെ വിനിമയം വർദ്ധിപ്പിക്കാൻ 2024 ജൂണിൽ ഇന്ത്യ അമേരിക്കയുമായിട്ടാണ് ഉഭയകക്ഷി കരാറിൽ ഏർപ്പെടാൻ ധാരണയായത്. മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും മറികടന്ന് ലോകത്തെ ഏറ്റവും വിപണി മൂല്യമേറിയ കമ്പനി എന്ന നേട്ടം കൈവരിച്ച ചിപ്പ് നിർമ്മാണ കമ്പനി. മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും മറികടന്ന് ലോകത്തെ ഏറ്റവും വിപണി മൂല്യമേറിയ കമ്പനി എന്ന നേട്ടം കൈവരിച്ച ചിപ്പ് നിർമ്മാണ കമ്പനി എൻവിഡിയ എന്ന കമ്പനിയാണ് മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും മറികടന്ന് ലോകത്തെ ഏറ്റവും വിപണി മൂല്യമേറിയ കമ്പനി എന്ന നേട്ടം കൈവരിച്ച ചിപ്പ് നിർമ്മാണ കമ്പനി. ധ്വനിപ്രയാണം ആരുടെ ആത്മകഥയാണ്? ധ്വനിപ്രയാണം ആരുടെ ആത്മകഥയാണ്? എം ലീലാവതിയുടെ ആത്മകഥയുടെ പേരാണ് ധ്വനിപ്രയാണം. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്. ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം. ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം പവൻ കല്യാണാണ് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയുടെ മുൻ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1ന്റെ മിഷൻ ഡയറക്ടറുമായിരുന്ന വ്യക്തി. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ മുൻ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1ന്റെ മിഷൻ ഡയറക്ടറുമായിരുന്ന വ്യക്തി ശ്രീനിവാസ് ഹെഗ്ഡെയാണ് അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയുടെ മുൻ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1ന്റെ മിഷൻ ഡയറക്ടറുമായിരുന്ന വ്യക്തി. ട്രായുടെ സെക്രട്ടറിയായി നിയമിതനായത് അതുൽ കുമാർ ചൗധരിയാണ് ട്രായുടെ സെക്രട്ടറിയായി നിയമിതനായത്. ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം. ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം ലയണൽ മെസ്സിയാണ് ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം. ലോകബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യം. ലോകബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യം ഇന്ത്യയാണ് ലോകബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യം. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാര ജേതാവായ ഇന്ത്യക്കാരി. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാര ജേതാവായ ഇന്ത്യക്കാരി സഞ്ജന താക്കൂറാണ്
2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാര ജേതാവായ ഇന്ത്യക്കാരി. 2024 ജൂണിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപത്ത് വെച്ച് പൊട്ടിത്തെറിച്ച റഷ്യൻ ഉപഗ്രഹം. 2024 ജൂണിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപത്ത് വെച്ച് പൊട്ടിത്തെറിച്ച റഷ്യൻ ഉപഗ്രഹം റിസർസ് P1. റിസർസ് P1 എന്ന ഉപഗ്രഹമാണ് 2024 ജൂണിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപത്ത് വെച്ച് പൊട്ടിത്തെറിച്ച റഷ്യൻ ഉപഗ്രഹം. 2024 പെൻ പിൻഡർ പ്രൈസ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി. 2024 പെൻ പിൻഡർ പ്രൈസ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി അരുന്ധതി റോയ്. അരുന്ധതി റോയ് ആണ് 2024 പെൻ പിൻഡർ പ്രൈസ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതും ഇന്ത്യയിലെ ഏറ്റവും വലിയതുമായ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതും ഇന്ത്യയിലെ ഏറ്റവും വലിയതുമായ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക്, ബംഗളൂരു. കർണാടകയിലെ ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്കാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യത്തേതും ഇന്ത്യയിലെ ഏറ്റവും വലിയതുമായ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത്. കേരളത്തിൽ പ്രൊഫഷണൽ ഫുട്ബോൾ ടീം സഹ ഉടമയാകുന്ന ആദ്യ ചലച്ചിത്ര താരം. കേരളത്തിൽ പ്രൊഫഷണൽ ഫുട്ബോൾ ടീം സഹ ഉടമയാകുന്ന ആദ്യ ചലച്ചിത്ര താരം പൃഥ്വിരാജ്. ടീം കൊച്ചി പൈപ്പേഴ്സ്. പൃഥ്വിരാജാണ് കേരളത്തിൽ പ്രൊഫഷണൽ ഫുട്ബോൾ ടീം സഹ ഉടമയാകുന്ന ആദ്യ ചലച്ചിത്ര താരം. 2024 ജൂണിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ വിഷമദ്യ ദുരന്തം നടന്ന സ്ഥലം. 2024 ജൂണിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ വിഷമദ്യ ദുരന്തം നടന്ന സ്ഥലം കള്ളക്കുറിച്ചി. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിലാണ് 2024 ജൂണിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ വിഷമദ്യ ദുരന്തം നടന്നത്. വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം. വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം ശ്രീനഗർ. ശ്രീനഗറാണ് വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം. രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജഗത് പ്രകാശ് നദ്ദ. പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ്. ജഗത് പ്രകാശ് നദ്ദയാണ് രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം. 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർ. ഡേവിഡ് വാർണറാണ് 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരായി നിയമിതരായത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരായി നിയമിതരായത് സോണിച്ചൻ പി ജോസഫ്, എം ശ്രീകുമാർ, ടി കെ രാമകൃഷ്ണൻ. സോണിച്ചൻ പി ജോസഫ്, എം ശ്രീകുമാർ, ടി കെ രാമകൃഷ്ണൻ എന്നിവരാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരായി നിയമിതരായത്. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ DAC ഭിന്നശേഷിക്കാർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ ഭിന്നശേഷിക്കാർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ പേര് മാജിക് ഹോംസ്. മാജിക് ഹോംസ് പദ്ധതിയാണ് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ ഭിന്നശേഷിക്കാർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി. കേരളത്തിലെ നാടൻ കലകളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. കേരളത്തിലെ നാടൻ കലകളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി കളിത്തട്ട്. കളിത്തട്ട് പദ്ധതിയാണ് കേരളത്തിലെ നാടൻ കലകളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. പഠനത്തിലെ അറിവുകൾ വിപണിയുമായി ബന്ധിപ്പിക്കാൻ 2024 ജൂണിൽ സ്റ്റാർട്ടപ്പ് സെൽ ആരംഭിച്ച സർവകലാശാല. പഠനത്തിലെ അറിവുകൾ വിപണിയുമായി ബന്ധിപ്പിക്കാൻ 2024 ജൂണിൽ സ്റ്റാർട്ടപ്പ് സെൽ ആരംഭിച്ച സർവകലാശാല കേരള സാങ്കേതിക സർവകലാശാല. കേരള സാങ്കേതിക സർവകലാശാലയാണ് പഠനത്തിലെ അറിവുകൾ വിപണിയുമായി ബന്ധിപ്പിക്കാൻ 2024 ജൂണിൽ സ്റ്റാർട്ടപ്പ് സെൽ ആരംഭിച്ച സർവകലാശാല. ആർട്ടിക്കിലെ മഞ്ഞുപാളികളെപ്പറ്റി പഠിക്കുന്ന അന്തർദേശീയ സമുദ്ര പര്യവേക്ഷണ സംഘത്തിൽ അംഗമായ മലയാളി. ആർട്ടിക്കിലെ മഞ്ഞുപാളികളെപ്പറ്റി പഠിക്കുന്ന അന്തർദേശീയ സമുദ്ര പര്യവേക്ഷണ സംഘത്തിൽ അംഗമായ മലയാളി AV സിജിൻ കുമാർ. AV സിജിൻ കുമാറാണ് ആർട്ടിക്കിലെ മഞ്ഞുപാളികളെപ്പറ്റി പഠിക്കുന്ന അന്തർദേശീയ സമുദ്ര പര്യവേക്ഷണ സംഘത്തിൽ അംഗമായ മലയാളി. രാജ്യത്താദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ നിർമ്മിക്കുന്നത്. രാജ്യത്താദ്യമായി
തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ നിർമ്മിക്കുന്നത്? വിഴിഞ്ഞം. വിഴിഞ്ഞത്താണ് രാജ്യത്ത് ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ നിർമ്മിക്കുന്നത്. പശുക്കൾക്ക് ശാസ്ത്രീയ ഭക്ഷണ ക്രമീകരണം ഒരുക്കുവാനും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന കേരള ഫീഡ്സിൻ്റെ പുതിയ കാലിത്തീറ്റ. പശുക്കൾക്ക് ശാസ്ത്രീയ ഭക്ഷണ ക്രമീകരണം ഒരുക്കുവാനും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന കേരള ഫീഡ്സിൻ്റെ പുതിയ കാലിത്തീറ്റ മഹിമ. മഹിമയാണ് പശുക്കൾക്ക് ശാസ്ത്രീയ ഭക്ഷണ ക്രമീകരണം ഒരുക്കുവാനും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന കേരള ഫീഡ്സിൻ്റെ പുതിയ കാലിത്തീറ്റ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത്? 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആർ ശ്യാംകൃഷ്ണൻ. ചെറുകഥ മീശക്കള്ളൻ. ആർ ശ്യാംകൃഷ്ണൻ്റെ ചെറുകഥയായ മീശക്കള്ളനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം. യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായി പ്രഖ്യാപിച്ചത്? യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായി പ്രഖ്യാപിച്ചത് ഗ്വാളിയോർ. മധ്യപ്രദേശിലെ ഗ്വാളിയോറാണ് യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായി പ്രഖ്യാപിച്ചത്. ISRO തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനം? ISRO തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനം പുഷ്പക്. പുഷ്പകാണ് ISRO തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച തൊഴിലിടമുള്ള കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്ത്യയിൽ ഏറ്റവും മികച്ച തൊഴിലിടമുള്ള കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിൻക്രോണി. സിൻക്രോണിയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച തൊഴിലിടമുള്ള കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ ഇന്ത്യക്കാരി? ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ ഇന്ത്യക്കാരി ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തി. ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തിയാണ് ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ ഇന്ത്യക്കാരി. നീറ്റ്, UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ച അന്വേഷിക്കുന്ന സമിതിയുടെ ചെയർമാൻ? നീറ്റ്, UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ച അന്വേഷിക്കുന്ന സമിതിയുടെ ചെയർമാൻ കെ രാധാകൃഷ്ണൻ. മുൻ ISRO ചെയർമാനായിരുന്ന കെ രാധാകൃഷ്ണനാണ് നീറ്റ്, UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ച അന്വേഷിക്കുന്ന സമിതിയുടെ ചെയർമാൻ. IPL മാതൃകയിൽ കേരളത്തിൽ വരാൻ പോകുന്ന പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ്? IPL മാതൃകയിൽ കേരളത്തിൽ വരാൻ പോകുന്ന പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കേരള ക്രിക്കറ്റ് ലീഗ്. കേരള ക്രിക്കറ്റ് ലീഗാണ് IPL മാതൃകയിൽ കേരളത്തിൽ വരാൻ പോകുന്ന പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.